അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 10-21 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 21 മിനിറ്റ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കടി ഭൂരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചിക്കണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് പച്ചവെള്ളം പാർന്നിട്ടാണ് കേട്ടോ കുഴക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കജുമ കുറച്ച് ഓയിലൊക്കെ ആക്കി കുഴക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. കജുമ ഒട്ടുമില്ല. പിന്നെ വെള്ളം കൂടാതെ ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയുക, വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പൊടി ഇട്ടുകാണ്ട് ഇങ്ങനെ മുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കണ്ട. ഞാൻ ഏതായാലും വെള്ളം പറഞ്ഞ് ഏതായാലും ഇഞ്ചത് പറ്റിട്ട് ലൂസായി പോയി. എന്നിട്ട് പിന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ടുകാണ്ടാണ് സെറ്റാക്കി എടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഞ്ച പൂരിൻ്റെ ഉരുളകളൊക്കെ ഇപ്പം ഒന്ന് കുറച്ച് വലിയതായിക്കണേ. വലിയതാക്കാൻ ഞാൻ പറ്റൂല തന്നെയാളെ. അത് പൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് തോനെ പാരേണ്ടി വരും. അപ്പോൾ അതിനിപ്പം പറ്റൂല. അപ്പോൾ എല്ലാവരും ഇനി വെള്ളമൊക്കെ കറക്റ്റായിട്ട് പാർന്നോളണ്ടേ. അപ്പം നമ്മൾ ഓയിൽ കുറേ പാരണം കേട്ടോ പൊരിച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, വെള്ളം കുറേ പാരണം എന്നുള്ളത്. അങ്ങനെ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിനി ഞാൻ പൊടിയും ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് പോന്നിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളേതായാലും വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മളൊരു സാധാരണ കുടിക്കാരത്തിയായി മാറിയിട്ടോ ഇന്ന് മുതൽ. ഇപ്പം നമ്മൾ ഇന്നലത്തെയൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ നല്ല VIP ഇനി. കാരണം ഗ്യാസ് മേലെ വെച്ചുണ്ടാക്കുള്ളൂ, കിടക്കുക, മൂത്തച്ചി വന്ന് അടിച്ചോരി തരിക, അതൊക്കെ ഇനി എന്തോ ഒരു സുഖം ഇനി. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു സുഖത്തു നിന്നൊക്കെ പോന്നിക്കണം കേട്ടോ. ഇന്നിപ്പോൾ നമ്മളൊരു സാധാരണ കുടിക്കാരത്തിയായി മാറിയിരിക്കണം. അപ്പോൾ ഏതായാലും നമ്മളെ അടുപ്പിൽ നിന്ന് വെണ്ണൂറൊക്കെ വാരി തിജ്ജൊക്കെ മൂട്ടിക്കണ്. 5-6 ദിവസമായി ഇപ്പം നമ്മൾ ഇതിലിങ്ങനെ തിജ്ജ് കൂട്ടിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പൂതിയായിനോ നമ്മൾ തിജ്ജ് കൂട്ടണത് ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് പറയണ്ടിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് നല്ലോണം ഉഷാറായിട്ട് കത്തുന്നുണ്ട്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. നേരെ മുൾക്കുമ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഏതായാലും മഴ പെയ്തോട്ടെ മക്കളെ. ഇത്രയും കാലം ചുട്ട് പോഞ്ഞ് നമ്മൾ കുത്തിർന്നില്ലേ. അപ്പം ഇനിയിപ്പോൾ മഴ ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂരി ചൂടാല്ല ഓയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിക്കണം ചട്ടിയിൽ. പിന്നെ അതിക്കിപ്പോൾ ഇനി ഒരു കൂട്ടാൻ വേണ്ടേ നമ്മളെ ഭൂരിക്ക്. അപ്പോൾ ഞാൻ എന്താട്ടി 2 കേങ്ങ് എടുത്തുകാണ്ട് ഒരു ഉള്ളി എടുത്തിട്ട് നമുക്ക് ബാജി ഉണ്ടാക്കാൻ കേട്ടോ. നമ്മളെ കേങ്ങും കൂട്ടാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കുക്കറിലുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടായപ്പം നമ്മൾ എന്താട്ടി നമ്മളെ ഭൂരി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഉരുളകളായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ ഭൂരിയൊക്കെ വലിയ ഭൂരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എണ്ണ തേക്കുക, അതാണ്ട് അടുപ്പിക്ക് അതാണ്ട് നമ്മൾ ചട്ടിക്കാണ്ട് ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റാണ്ട് പരത്തുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ ഭൂരി ഇട്ടുക്കണം കേട്ടോ. ഇനി നമുക്കത് ഒരു ഭാഗം വെന്തിട്ട് മറ്റേ ഭാഗം കൂടിയാണ് മറിച്ചിട്ടുകാണ്ട് നമുക്ക് നമ്മളെ ഭൂരി അങ്ങോട്ട് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തോർന്നിട്ട് നമ്മളെ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ കറക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഭൂരിയൊക്കെ നമുക്ക് അങ്ങനെ സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട്. ഇത് നല്ല കറുമുറായിട്ടാവില്ല കേട്ടോ. ഇത് മറ്റേ ഇപ്പം അങ്ങോട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല വിറങ്ങൽ ചോണ്ട് നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചുങ്ങൂട്ടത്. അപ്പോൾ മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തത്. അങ്ങനെ ഞാൻ ഭൂരിയൊക്കെ ചുട്ട് സനുട്ടനും മിന്നുട്ടിനും മദ്രസക്ക് പറഞ്ഞേക്കണമല്ലോ. അപ്പോൾ അതിന് ഒലിക്ക് രണ്ടാക്കും ചായ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഭൂരി ചൂടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെക്കുകയാണ്. നമ്മളെ ജിനുവിന് പോകണം, വലിയ കുട്ടിക്ക്. ഓന് കടയിലേക്ക് പോകാണ്ട്. അപ്പം ഞാൻ ഡിഗ്രിക്കാണ് പോണത്. എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചാന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഡിഗ്രിക്ക് നമ്മൾ കൊടുത്തേക്കണം കേട്ടോ. ഡിഗ്രിക്ക് കൊടുത്താൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓനെ ഡിഗ്രിക്ക് പറഞ്ഞേക്കണം. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പ്രൈവറ്റായിട്ട് ഓന് പഠിച്ചിട്ടില്ല എന്ന് പറയണം. അങ്ങനെ ഓൻ പോകണില്ല. അപ്പോൾ ഇനി കിട്ടിയിട്ട് വേണം. അപ്പോൾ അതുവരെ ഓൻ ആ കടയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് മദ്രസക്ക് പോകാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ചാറ് വേണമല്ലോ. അപ്പോൾ ഓന് പോകുമ്പോഴത്തേന് ചാറും ചോറും ഒക്കെ ആകണം. അപ്പോൾ ഞാൻ ഒരു കുമ്പളങ്ങ ഉണ്ടേനി, അതും പിന്നെ കുറച്ച് എല്ലെടുത്ത് വെച്ചീനി കേട്ടോ. ആ എല്ലിട്ട് കാണ്ട് നമുക്ക് ചാറും വെക്കായത്. അങ്ങനെ ഒന്ന് ഇറച്ചിയും കുമ്പളങ്ങയും ചാറാണ് കേട്ടോ. ഇറച്ചിയും കുമ്പളങ്ങയല്ല, എല്ലും കുമ്പളങ്ങയും ചാറാണ്.
പിന്നെ നമ്മളെ കേങ്ങുണ്ടല്ലോ ഞാൻ അടുപ്പത്ത് വെച്ചീനി അത് വെന്തുക്കണം കേട്ടോ. ഇനി ഞാനതൊന്ന് കടുകും കരിയേപ്പും ഇട്ടുകാണ്ട് തൂമിച്ചിക്കണേ. ഇനി അതവിടെ വെക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ എല്ലും ഇതൊക്കെ ഞാൻ കണ്ടില്ലേ എല്ലും ഉണ്ട്, അതേമാതിരി കുറച്ച് ഇറച്ചി ഉണ്ട് കേട്ടോ. വെറും എല്ലാകാൻ പറ്റൂലല്ലോ. ആ എല്ലുമെന്നൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ഇറച്ചിയൊക്കെ മുറിച്ചിക്കാണ്ട് അങ്ങനെ എടുത്തിട്ടാണ്. ഇനി നമുക്കത് കുക്കറിൽ വെക്കട്ടോ. ഓന് 9 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോഴത്തേന് ചോറാക്കണം. അപ്പോൾ ഞാനാക്കണം ഇറച്ചിയിൽ ഒരു സ്പൂൺ ഇട്ടിച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളെ തങ്കുപൂച്ച വന്ന് നിൽക്കണുണ്ട് ഇറച്ചിൻ്റെ ഒക്കെ മണം കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ ഏതായാലും ഞാനൊരു കണ്ടം നെയ്യിൻ്റെ ഇതുണ്ടായിന് കേട്ടോ. അത് ഞാൻ ഒക്കെ പാത്തച്ചീനി. അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഏതായാലും 37 വന്നുകാണ്ട് അത് തിന്നണുണ്ട് കേട്ടോ. അപ്പം നമ്മളോടന്ന് കിട്ടുമെന്ന് കരുതിയിട്ടാണ് 37 നമ്മളെ ഒത്തുക്ക് ഇങ്ങനെ കയറി വരുന്നത്. അപ്പം നമ്മൾ അവളെ നിരാശപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ ഓക്ക് എടുത്ത് വെച്ചത് ഇനി ആ 2 നെജും കണ്ടുണ്ടേനി അത് അങ്ങനെ ഓക്ക് ഇട്ട് കൊടുത്തുക്കണം. അങ്ങനെ ഓള് തിന്ന് ഓളെ പള്ള നിറഞ്ഞ് ഓക്ക് റാഹത്തായി, ഞമ്മക്കും സന്തോഷമായിട്ടോ മനസ്സിക്ക്. അങ്ങനെ ഓള് പോയിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കുമ്പളങ്ങ ചെത്തി നുറുക്കി വെച്ചിക്കണം. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ചോറ് ഊറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ഇതൊന്ന് ചൂടാൻ വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ നമ്മളെ പൂരി പൊരിച്ച എണ്ണ ഉണ്ടായിനല്ലോ അതിൽ ഇട്ടിട്ട് ഞാൻ നമ്മളെ കേങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കേങ്ങ് പൊരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നൊന്നും ഇപ്പോൾ കേങ്ങ് പൊരി ഒന്നും കൊടുത്തേക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും കേങ്ങ് പൊരിച്ചതാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ വലിയ കുട്ടി വന്നിക്കണം കേട്ടോ ചായ അടിച്ചാനും ജിനുവിന് ഓന് ഞാൻ ചായ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാക്ക ഒന്ന് ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ മൂപ്പരക്കാക്ക ഒന്ന് രക്തമൊക്കെ പരിശോധിച്ചാനൊക്കെ വേണ്ടി പൊയ്ക്കണേ. അപ്പോൾ ഒന്ന് മൂപ്പരാക്കാക്ക് ചായയും കടിയൊന്നും വേണ്ട, ഇനി വൈകുന്നേരം വരുള്ളൂ കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മൾ ഓന് ചായയൊക്കെ കൊടുത്ത് ഞാൻ കേങ്ങൊക്കെ പൊരി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി ഉപ്പിട്ടുകൊണ്ട് കുഴച്ചിക്കണേ. എന്നിട്ട് പിന്നെ ഞാൻ ആ കേങ്ങ് പൊരിച്ചില്ലേ ആ എണ്ണ കുറച്ച് ഊറ്റിയിട്ട് നമുക്ക് പയർ ഉപ്പേരി ഒക്കെ ആയിരുത്തിട്ടോ. അതിന് ഒരു വല്ലുള്ളിയും പിന്നെ പച്ചമുളകും അതേമാതിരി നമ്മളെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് ഒരു തുള്ളി എണ്ണയും പറന്നിട്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ആ ഇതുണ്ടല്ലോ കുമ്പളങ്ങ, അപ്പോൾ എല്ലൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ നമുക്ക് അതിക്കിട്ടുകാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം കേട്ടോ. നമ്മളെ കുമ്പളങ്ങ കുറച്ചുകൂടി വെള്ളം പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ ഞാൻ. അങ്ങനെ ഇതാക്കണേ നമ്മളെ പയർ ഇതാക്കണേ വെച്ചിക്കണം കേട്ടോ. പയറൊക്കെ അരിഞ്ഞ് കേക്ക് നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഞാൻ ഇപ്പം ഇനി ജീനുവിന് കൊണ്ടുപോകണം കരുതിയിട്ടാണ് പയർ നേരത്തെ വെച്ചത്. പിന്നെ തിജ്ജ് കത്തണമുണ്ട്, പിന്നെ കെട്ട് കഴിഞ്ഞാൽ പിന്നെയും കത്തിച്ചണ്ടേ. അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഏതായാലും വേണം നമുക്ക് പയറുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പയറൊക്കെ തൂമിച്ച് അടുപ്പത്തിട്ടിക്കണം കേട്ടോ. ഇനി ആ കണലിൽ കടന്ന് അങ്ങനെ വെന്തോളും. വെള്ളമൊന്നും പാർന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ വെന്തോളും കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു മുറി വറക്കും കഷ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ പിന്നെ ഞാനൊന്ന് ഊതി കത്തിച്ചിക്കണം. പിന്നെ നമ്മളെ ചാറ് അടുപ്പത്തുണ്ട്. അപ്പോൾ അത് വേകുമ്പോഴത്തേന് ഞാൻ ചാറ് തൂമിച്ചല്ലതും ഉള്ളിയും കരിയേപ്പും ഇട്ടുകാണ്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മളെ പയർ ഇതാക്കണം വേകാനൊക്കെ ആയി തുടങ്ങിയിരിക്കണം. അപ്പോൾ കണ്ടില്ലേ തുള്ളി വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പറയുമ്പോൾ ഞാൻ വെള്ളം കൂടിയും പറഞ്ഞിട്ടില്ല, എന്നിട്ട് തന്നെ വെള്ളം പൊടിഞ്ഞിരിക്കണം ഇട്ടതിൽ. പിന്നെ നമ്മളെ ചോറൊക്കെ ഊറ്റി ഞാൻ ചെമ്പട്ടിയിൽ ഇട്ടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ചോറ് വേഗം എറിയണോ എന്നൊക്കെ നോക്കുകയാണ് ഞാൻ. പിന്നെ ഈ പാത്രങ്ങൾ മുഴുവനും ഇനി മോറി വെക്കണം. അപ്പം ഇനി ഈ പണികളൊക്കെ കജ്ജട്ടഞ്ഞിട്ടാണ് മോറാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചാറിനുള്ളത് ഞാൻ തൂമിച്ച് വെച്ചിരിക്കണം കേട്ടോ. ചാറ് വെന്തിട്ടൊന്നുമില്ല, അപ്പോൾ ഇതിന് പണി ഒരുക്കി വെച്ചതാണ്. അങ്ങനെ നമ്മളെന്താട്ടി നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ. അടുപ്പ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ തുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാക്കളെ നമ്മളെ പയറുണ്ടല്ലേ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അങ്ങനെയാണ് മാങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മാങ്ങിയേക്കാം. അങ്ങനെ നമ്മൾ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടാകാനില്ല പാത്രങ്ങളാണ് ഇട്ടത്. അപ്പോൾ അതിൽ കൂട്ടാൻ ഓൽക്ക് കേങ്ങ് പൊരിച്ചതാണ്. അപ്പോൾ രണ്ടാക്കും പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാളെ ഞാനൊരു കമൻറ്റ് കണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുട്ടികൾക്ക് കൊണ്ടുപോകരുത്, കൊടുത്തേക്കത്ത് ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ. ഈ പാത്രത്തിൻ്റെ ബാക്കിലൊക്കെ നോക്കുമ്പോൾ IS മുദ്ര ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ. അപ്പം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ, ആർക്കെങ്കിലും അറിയുന്നിച്ചെങ്കിൽ പറയണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിനി എങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുട്ടികൾക്ക് കൊടുത്തേക്കരുതെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പം അതിൻ്റെ ബാക്കിൽ IS മുദ്ര ഉണ്ടാവുമല്ലോ അതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചാറൊക്കെ ഇതാക്കണ വെന്തിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഉള്ളി തോമിച്ചേക്ക് ഞാൻ എന്താട്ടി കുറച്ച് മുളകും പൊടി ഇട്ട് കണ്ടൊന്ന് ചൂടാക്കി എടുത്തുക്കണം കേട്ടോ. ഞാൻ ഓഫാക്കിനി. പിന്നെ ചാറ് വെന്തപ്പോൾ അത് പിന്നെ ഒന്ന് ഓണാക്കി ഗ്യാസൊന്ന് ഓണാക്കിക്കാണ്ട് മുളകും പൊടി ഇട്ട് കണ്ടൊന്ന് ചൂടാക്കി എടുത്താണ്. അങ്ങനെ നമ്മളെ
ചാറ് റെഡിയായി. അപ്പോൾ മകന് പോകാനുമായി. അങ്ങനെ ഇതാക്കണം. അങ്ങനെ നമ്മൾ ഓനുള്ള ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞേക്കണം കേട്ടോ അവന്. അപ്പോൾ ഇതാക്കണേ എന്നുള്ള ചോറാക്കി കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് അതിക്ക് തന്നെ ഞാൻ ചാറൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ മറ്റവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി തന്നെ കുറച്ച് കേങ്ങ് പൊരിച്ചേണ്ടേന് കേട്ടോ. ഓനും പാടെ കണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഓന് ഇതാക്കണേ, ഓൽക്കൊന്നും കുമ്പളങ്ങ കഷ്ണമൊന്നും ഓൽക്ക് പറ്റൂല. അപ്പോൾ ഞാൻ എന്താട്ടി കുമ്പളങ്ങ ഒന്നും ഇടാതെ വെറും ചാറും അതിക്കുള്ള ഇറച്ചിയൊക്കെ നുള്ളി പൊറുക്കിയെടുത്തേക്കാണ്ട് ഓനെ ഞാൻ ആക്കി കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ മൂപ്പരാക്കാക്ക് കൊടുത്ത് ഓൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയി. പിന്നെ പയർ ഇതാക്കണേ വെന്തുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, ചോറൊന്ന് വെള്ളം വറ്റിച്ചാൻ വേണ്ടി വെക്കണം. അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ മക്കളൊക്കെ പോയി കഴിഞ്ഞ്. അപ്പം ഇനി ഞാൻ ഞാൻ ചായ അടിച്ചിട്ടില്ലേനി. അപ്പം ഇനി ഞാൻ ചായ അടിച്ചാൻ വേണ്ടി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 9 മണി ആയിക്കണേ നമ്മൾ ചായ അടിച്ചപ്പോൾ കേട്ടോ. മക്കളൊക്കെ പറഞ്ഞയച്ചപ്പോൾ ഇനിയിപ്പോൾ മദ്രസക്ക് പോയവരൊക്കെ അപ്പം വിട്ട് വരും, സ്കൂൾക്ക് പോകണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ചായ അടിച്ചിട്ട് എഴുതി. അപ്പോൾ ചായ നേരം വെളുക്കുമ്പോൾ കാച്ചി വെച്ചതല്ലേ, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താണ് കേട്ടോ. ഇച്ചാണെങ്കിൽ ചായ ചൂടില്ലാഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. നല്ല ചൂട് വേണം, എന്നെങ്കിലേ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ ചായ അടിച്ചുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് മാതിരി കാരം ചായ അടിച്ചാൽ, തണുത്ത ചായ അടിച്ചുമ്പോഴേ. അങ്ങനെ നമ്മളെ പൂരിയൊക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് പിച്ചിട്ടിക്കണേ. പിന്നെ ഇപ്പം ഇനി നമുക്ക് ഇങ്ങനെ പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിച്ചെടുത്ത് കണ്ടാണ്ട് അങ്ങനെ അതിൽ ഒപ്പി കണ്ടാണ്ട് തിന്നാൽ മതി. പിന്നെ മിന്നുട്ടിൻ്റെയും സനുവിൻ്റെയൊക്കെ പിന്നെ ടൈം ടേബിളൊക്കെ നോക്കി എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടും ഓരോ ബുക്കിൻ്റെ ഉള്ളിൽ അതിൻ്റെ നോട്ട് പുസ്തകവും വെക്കൂട്ടോ. എന്നാൽ പിന്നെ ഓൽക്ക് എടുക്കാൻ സുഖമാണല്ലോ. ആ ബുക്കും ആ നോട്ട് പുസ്തകം കണ്ടെടുത്താൽ പിന്നെ എഴുതാൻ പറയണ നേരത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ തപ്പി തിരഞ്ഞുകൊണ്ട് ഇറക്കണ്ടേ. അപ്പോൾ ഞാൻ ആ ബുക്ക് ഓലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ നോട്ടുക്കും വെക്കൂട്ടോ. അങ്ങനെ നമ്മൾ ഓൽക്ക് രണ്ടാക്കില്ല ബാഗിക്കില്ല പാത്രവും കൂട്ടാൻ പാത്രവും വെള്ളപ്പാത്രവും ഒക്കെ വെച്ചിക്കണ്. അപ്പോൾ ഇങ്ങനെ രണ്ടാളി ബുക്കും അങ്ങനെ വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഗതിയിടൂലല്ലോ സ്കൂളിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ നോട്ടിക്ക് എവിടെ മറ്റേ നോട്ടിക്ക് എവിടെ ഇങ്ങനെ തപ്പി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാട്ടണത്. അപ്പം നിങ്ങളെ മക്കളതൊക്കെ അങ്ങനെ കാട്ടിക്കൊള്ളേണ്ടിട്ടോ. അപ്പോൾ മക്കൾക്കും തന്നെ സുഖീക്കാരം എടുക്കാനേ. അങ്ങനെ മിന്നുട്ടിൻ്റെയും സനുട്ടനും ഒക്കെ ബാഗൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ ഗുളിക കുടിച്ചിട്ടില്ലേനി. അപ്പോൾ ഏതായാലും ഗുളിക കണ്ട് കുടിച്ചാൽ ചില ദിവസങ്ങളിലൊക്കെ മറക്കൂട്ട് തന്നെയാണ്. ചിലന്ന് ഉച്ച കുടിച്ചാൽ ഒക്കെ മറന്നു പോകും. അതേമാതിരി രാവിലെ ഇപ്പം വെറുമായിട്ട് കുടിച്ചാലാണ് ഇപ്പം മഞ്ഞ ഗുളിക, അത് കുടിച്ചാൽ മറന്നീനി. ഏതായാലും പള്ള നിറഞ്ഞിട്ടാണ് ഇപ്പം ആ ഗുളിക കുടിച്ചത്. അങ്ങനെ സനുട്ടനുള്ള ബസ് വന്ന് ഓൻ പോയിട്ടോ. അങ്ങനെ വലിയോൻ പോയി, രണ്ടാമത്തോനും പോയി, ഇതാക്കണം മൂന്നാമത്തോനും പോകണം കേട്ടോ. അപ്പോൾ അതാക്കണേ അവളെ ചെങ്ങാഴ്ച വന്നിക്കണം കേട്ടോ. ജിയമോള് എല്ലാ വീഡിയോയിലും ഞാൻ അവളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾ രണ്ടാളും ഒപ്പാണ് പോയത്. അപ്പം ഓൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടോ, ആ കാണുന്ന പെരിയിലേനി. പിന്നെ ഓൾ ഇവിടുന്ന് പോയതാണ് ഇപ്പോൾ കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഡ്യൂട്ടികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാൻ പാത്രം മോറുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രം മോറി ആണ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ ആരും കാത്തിക്കാനൊന്നുമില്ല കേട്ടോ. വരട്ടി കണ്ട്. അപ്പം ഇന്ന് നമ്മളെ മൂത്തച്ചി താത്ത വന്നീനി കേട്ടോ അടിച്ചു വരാൻ വേണ്ടി. അപ്പം ഞാൻ മാണ്ടാറിന് കണ്ട് പിടിച്ച് വെച്ച് വാങ്ങിയതാണ് കേട്ടോ ചൂല്. അപ്പം ഇനിയിപ്പോൾ ഇച്ചൊരു ഗതിയുടെ കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഒരാഴ്ച കൂടി പറഞ്ഞിനി. ഇന്നിപ്പോൾ ഞാൻ ഗതി എടുത്തുണ്ടായിരുന്നു കണ്ടാണ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല കാലിന്. അപ്പോൾ പിന്നെ താത്താക്കും തന്നെ അവിടെ പണി ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ താത്താൻ്റെ അടുത്തുനിന്ന് ചൂലൊക്കെ പിടിച്ച് വെച്ച് നിങ്ങൾ പോയിക്കോളി പറഞ്ഞ് ഞാൻ ആട്ടി പറഞ്ഞേച്ചിരിക്കണം താത്താനെ കേട്ടോ. പിന്നെ കുറച്ച് തിരുമ്പാനല്ലോ അതൊക്കെ ഞാൻ എന്താട്ടി മെഷീനിലൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ ആ കുടിരിക്കലിന് എന്നിട്ട് ചുരിദാറ മക്കളെ അത് കല്ലുമ്മ തിരുമ്പണം, മെഷീനിൽ ഇട്ടാൽ പറ്റില്ല. അപ്പോൾ താത്തഞ്ഞോട് പറഞ്ഞിനി കേട്ടോ കല്ലുമ്മ തിരുമ്പാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ തന്നണം, ഞാൻ തിരുമ്പാൻ. ഞാനൊന്നുമില്ലായിരുന്നുകൊണ്ട് ഞാനതവിടെ ഇങ്ങനെ വെച്ചാണ്. പിന്നെ ആസ്പത്രിയിൽ കൂടി ഇട്ടിട്ടാണ് തിരുമ്പാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാനത് തിരുമ്പണം. പിന്നെ അകത്തൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേഗം തട്ടി അതൊക്കെ അടിച്ചു വരിയിട്ട് വേഗം തുടച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് തിരുമ്പാൻ ഇറങ്ങണം. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു, ചോറും കൂട്ടാനും ആയി, അടുപ്പും വീതനൊക്കെ തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ ലെങ്ത്ത് കൂടിയത്. ഇന്ന് വൈകുന്നേരം വരെ എല്ലാം ഉണ്ട് കേട്ടോ. 4 മണിക്കത്തും അന്തിക്കത്തും ഒക്കെ എടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ഈ ചുരിദാറും ഇതൊക്കെ ഒന്ന് തിരുമ്പട്ടേ എന്ന് കരുതി ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാക്കണം മഴ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇപ്പം ആ മഴ ചോരാലൊരു ക്ഷമയൊന്നും വെച്ചിട്ടുണ്ടായില്ല. ചിലപ്പോൾ ഈ തുള്ളിമഴ ചിലപ്പോൾ നല്ലോണം ഒന്ന് പെജ്ജും. അപ്പോൾ ഞാൻ എന്നറിയാം ഇനിയിപ്പോൾ അതങ്ങനെ തുള്ളിയിടണം. അങ്ങനെ തുള്ളിയിട്ടോട്ടെ എഴുതിക്കാണ്ട് ഞാൻ വേഗം
അതിൻ്റെ തിരുമ്പിടാൻ വിചാരിച്ചിട്ടാണ്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ആ തുള്ളിമായാണ് പോകട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഊക്കിൽ പെറ്റും. അപ്പോൾ പിന്നെ തിരുമ്പാൻ ഇറങ്ങാൻ വെക്കില്ല. അപ്പോൾ ഞാൻ എന്താട്ടെ വേഗം അവിടെ തിരുമ്പട്ടെ എഴുതി. അപ്പം കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയോൻ്റെ പാൻറ്റും ഓനിട്ടീന് കുടിരിക്കലിനൊക്കെ ഇട്ടീന്, കുടിരിക്കലിനല്ല നിക്കായിന് ഇട്ടീന് ഓൻ്റെ പാൻറ്റും അതേമാതിരി ടീഷർട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പാൻ. അപ്പോൾ താത്ത ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാമെന്നാണ് കേട്ടോ. കാരണം താത്താക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കുട്ടികളതും മക്കളതൊക്കെ താത്താക്ക് അവിടെ തിരുമ്പാൻ. അപ്പോൾ പിന്നെ ഞാൻ കൂടി തിരുമ്പിച്ചിട്ടുണ്ടല്ലോ എഴുതിക്കാണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഏതായാലും ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞു. ഒലുമ്പി നമ്മളാ പൈപ്പങ്ങ ഇട്ടേക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ അത് തോരടണം. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞു, ഒലുമ്പലും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചുരിദാറൊക്കെ ചെറുതായിട്ട് ഒന്ന് കളർ ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അയിമക്ക് തൂക്കിയിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താട്ടി അത് കളർ ഇളകണമൊക്കെ അടിയിലാണ് ഇട്ടേക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ മറ്റതും ഇട്ടുവെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റതൊക്കെ എടുത്ത് നമ്മൾ തോരട്ടു. പിന്നെ മെഷീനിലുണ്ടേനില്ല അതും തോരട്ടിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിച്ചാൻ പോവുകയാണ്. പിന്നെ ഇതാക്കണ് നല്ല കുമ്പളങ്ങയും എല്ലൂട്ട ചാറും ഉണ്ട്. പിന്നെ ഞാൻ ഒരു പാത്രത്തേക്ക് ഇട്ടിക്കാണ് കേട്ടോ. മൂപ്പരാക്കാക്ക് ഉപ്പൊന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കാണ്ട് എടുത്തിട്ടാണ് മാണ്ടിയോർക്ക് ഇടാൻ വിചാരിച്ചിക്കാണ്ട്. അങ്ങനെ ഞാൻ ഈ നമ്മളെ ഇറച്ചിയും കുമ്പളങ്ങയും ചാറും പയറുപ്പേരിയും കൂട്ടി. പിന്നെ ഇനി ഇറച്ചി നമുക്ക് വെക്കണം. നമ്മളെ പുതിയാപ്പിളക്കാക്ക് ഇതുവരെയായിട്ട് ഇറച്ചി നിന്നിട്ടില്ല. അപ്പം മൂപ്പരാക്ക വിളിച്ച് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒന്ന് വന്നിട്ട് കുറച്ച് ഇറച്ചിയും ചോറൊക്കെ വെച്ചണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിന് കണ്ടാണ് കേട്ടോ അത് ഇറച്ചി വെക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുമ്പളങ്ങയും പിന്നെ ഈ എല്ലൂട്ട ചാറ് ഈ പയറുപ്പേരി മാത്രം മതിയായത് കേട്ടോ. നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ ചിലപ്പോൾ മുളകും പൊടി ചായച്ചതായാലും നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം. വൈകുന്നേരം ആകുമ്പോൾ മൂപ്പരാക്ക വിളിച്ച് പറഞ്ഞ് കുറച്ച് ഇറച്ചി മുറിച്ച് കാണ്ട് വെക്കണ്ടിട്ടോന്ന്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്നെയാളെ. ഉണക്കമീനും തലക്കും പുറത്ത് വെച്ച് പൂച്ച എത്രയില്ലി കണ്ട കടന്നുറങ്ങുക കാരണമാതിരി ഇറച്ചി പൊടിച്ചിലുണ്ട് കാണ്ട് മൂപ്പരാക്ക എത്രയില്ലി കണ്ട കുറേ ദിവസമായി 10-15 ദിവസമായി മക്കളെ നമ്മളെ പുതിയാപ്പിളക്കാക്ക് ഒരു ഇറച്ചിയോ കോഴിയൊക്കെ തിന്നിട്ടേ. നിങ്ങൾ തന്നെ കാണില്ലേ എന്നും ചപ്പാത്തി ഇതൊക്കെ തിന്നണത്. അങ്ങനെ ഇറച്ചിയൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറച്ച് ഇതുണ്ടായി കേട്ടോ, നെയ്യൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ അതിലിട്ടാൽ ചിലപ്പോൾ ഒക്കെ നെയ്യയിക്കാരം. പിന്നെ കുറേ നെയ്യിട്ടാൽ വയറ്റ് നോക്കും പൊടിച്ചു. അപ്പോൾ ഞാൻ എന്താട്ടി ഈ നെയ്യൊക്കെ ഉണ്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതിനില്ല ആളിപ്പോൾ വരും കേട്ടോ. ഈ നെജ്ജ് മുറിച്ച് വെക്കണത് അത് തിന്നാൽ ആളിപ്പോൾ വരും. അപ്പോൾ ഞാനത് മുറിച്ച് പാത്തച്ചിക്കണ്. അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ കേകി ഓട്ടപ്പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ചട്ടിയിലിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചുകൊണ്ട് വേവിച്ചിന് കേട്ടോ. കുക്കറിലൊന്നും വേവിച്ചണില്ല. നമ്മളെന്താട്ടി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ രാവിലെ കുമ്പളങ്ങി ഇറച്ചി വെച്ചില്ലേ അതിക്കിട്ട ബാക്കി തന്നെ കേട്ടോ. നമുക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലോണം കജ്ജോണ്ടം കട്ട് ഇളക്കിയിട്ട് നമുക്ക് എന്താട്ടാം നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് വേവിച്ചാട്ടോ. കുറച്ച് ദിവസമായില്ല ഞങ്ങളപ്പോൾ ഇറച്ചി പൊടിച്ചിൽ വെക്കണം. അതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് ഇറച്ചിക്കൊന്നും ഒരു രസവും ഇല്ലാതെ വെക്കണം കേട്ടോ. കുറേ ദിവസം പൊടിച്ചിലൊക്കെ വെച്ച് തിന്നുമ്പോൾ ഒരു കൊണസും ഉണ്ടാവില്ല നമ്മൾ ഇറച്ചിക്കൊക്കെ. അങ്ങനെ നമ്മളേതായാലും വൈകുന്നേരം ആകുമ്പോൾ രണ്ടാമതും ഞാൻ അടുപ്പ് മൂട്ടിയിട്ട് ഇറച്ചി തീമച്ചിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെജും കണ്ടം തിന്നാൽ ആളിപ്പോൾ വരുന്നില്ലത്. അപ്പോൾ ഇതാക്കണ് 37 വന്നിക്കണ്. അപ്പോൾ ഞാൻ ഓക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഓളത് തിന്ന് ഓള് പോയിക്കോളും. അങ്ങനെ മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ പറഞ്ഞു അമ്മച്ചി മാഗി ഉണ്ടാക്കി തരുമോ ചോദിച്ച്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു 20 ഉറുപ്പ്യേൻ്റെ മാഗി കൊടുന്ന് കണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നൊന്നും ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല മക്കളെ, കേടാണ് പള്ളക്ക് മാഗിയൊക്കെ. അതൊന്നും നല്ല സാധനമല്ല, എപ്പോഴെങ്കിലുമൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നമുക്ക് പിറ്റേന്നൊക്കെ ഇല്ലേ അരി അരച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നും അരി അരച്ചു, കുറച്ച് ഈസ്റ്റും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചോറും ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെന്താട്ടാ പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് ഇറച്ചി വന്നിട്ട് ഞാൻ തിരിച്ചൊക്കെ ഒന്ന് ഇതായിട്ട് നമുക്ക് അവിടെ വെച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലോണം പൊന്തിക്കോളും നമ്മളെ മാവ്. പിന്നെ ഇതാക്കണ മക്കൾക്കൊക്കെ ഞാൻ മാഗി വന്നപ്പം രണ്ടാക്കും പാത്രത്തിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഒന്ന് പരത്തി കൊടുത്തുക്കണം കേട്ടോ, ചൂടൊന്ന് ആറിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് മാഗി ഒന്നും നല്ല സാധനമൊന്നുമല്ല. അപ്പം എന്നൊന്നും മക്കൾക്ക് പറ്റൂല കേട്ടോ കൊടുക്കാൻ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പിന്നെ അതാക്കണേ രണ്ടാക്കും ചായയും ക്ലാസ്സിൽ പറഞ്ഞ് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല് രണ്ടാളും ചായയും മാഗിയും ഒക്കെ തിന്നു. പിന്നെ ഞാനും തന്നെ ഒരു നുള്ളി ഞാൻ ഇച്ചു കൊടുത്തേച്ചിനി കേട്ടോ. പിന്നെ പാൽ ചായ ആയി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. അപ്പോൾ മിന്നൂട്ടി രണ്ടാമത്തെ ക്ലാസ്സും കൊണ്ടുപോയി കേട്ടോ. ചായ വേഗം ചായ വലിച്ചു കുടിച്ചു. എന്നിട്ട് രണ്ടാമൻ വന്നാണ്.
പിന്നെ ഞാൻ ഏതായാലും ഓൽക്ക് രണ്ടാക്കും കൊടുത്തതിൽ ബാക്കി ഒരു നുള്ളുണ്ടായിന് അത് ഞാനും എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഓലമാതിരി കുറച്ച് മാഗിയൊക്കെ കൂട്ടി ഞാനും ചായ അടിച്ചാണ്. അപ്പോൾ മാഗി പറഞ്ഞാൽ നല്ല രസമാണ് തിന്നാനൊക്കെ മക്കളെ, അടിപൊളിയാണ്. അപ്പോൾ അതാക്കണ് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഭയങ്കര കേടാണ് ഈ മാഗി. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഇറച്ചിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണോ നോക്കാം. ഏതായാലും ഇറച്ചിയൊക്കെ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടട്ടെ. അതുവരെ ഒന്നും കൂടി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ഇറച്ചി അവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ തൂമിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാക്കണ് നമ്മളെ ഇറച്ചിയൊക്കെ ഇതാക്കണ് വെള്ളമൊക്കെ വറ്റി വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ നമ്മൾ ഇറച്ചിയാണ് മാങ്ങി വെക്കാം. എന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഒരു വല്ലുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കരിവേപ്പും തക്കാളിയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയ മുളകും പൊടിൻ്റെ പച്ച മണം കൂടി ഒന്ന് പോകട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ ഇറച്ചിയും കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാക്കണേ ഇറച്ചി ഞാൻ നല്ലോണം വെള്ളം വറ്റിച്ചിങ്ങനെ എടുത്തുക്കണം കേട്ടോ. അപ്പം ഇനി വരട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനി നമുക്ക് ആ ചട്ടി മോറിയിക്കാണ്ട് ഒരു തുള്ളി വെള്ളം ആയിക്കാണ്ട് പാർന്നാൽ മതി. അപ്പോൾ ചാറുണ്ടല്ലോ ഇറച്ചിയും കുമ്പളങ്ങി. അങ്ങനെ മക്കൾക്ക് ചോറ് കൊടുക്കാണ് കേട്ടോ. സനുട്ടനും മിന്നുട്ടേക്കും ഒരിക്കൽ രണ്ടാക്കും അധികം ചോറ് കൊടുത്തു. അങ്ങനെ പുതിയാപ്പിള കാക്കാക്കും ചോറ് കൊടുത്തു കേട്ടോ.